വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ ആദ്യ നാളുകളിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിനും അടുത്തിടെയാണ് ആഘോഷപൂർവ്വം ഇവരുടെ വിവാഹം നടന്നത്. ദിയയുടെ ബ്രൈഡൽ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു. ദിയയുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു ഇവരുടേത്. ഈ താരകുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാൻ മിക്കവർക്കും വളരെയേറെ കൗതുകമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ദിയയും അശ്വിനും കുടുംബസമേതം ബാലിയിലേക്ക് യാത്ര പോയത്. ഹണിമൂൺ യാത്ര ഇരുവരും ആഘോഷമാക്കി. ഒപ്പം കുടുംബാംഗങ്ങൾക്കൊപ്പവും ഇവർ രസകരമായ നിമിഷങ്ങൾ പങ്കുവച്ചു. ഇപ്പോഴിതാ യാത്രയിലെ അവസാന ദിവസങ്ങളിലെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ദിയയുടെ വ്ലോഗ് ശ്രദ്ധ നേടുന്നുണ്ട്. കുടുംബസമേതമുള്ള ഹണിമൂൺ യാത്ര മിഥുനം സിനിമയിലേതുപോലെ ഒരു ഘട്ടത്തിൽ തോന്നിയെന്ന് ദിയ തമാശയോടെ പറഞ്ഞിരുന്നു. തനിക്കും അശ്വിനും മറ്റൊരു റൂം ലഭിച്ചതിനെക്കുറിച്ചും ദിയ സംസാരിച്ചു. ഒരു സാധാരണ റൂമാണ് ഞങ്ങൾ ചോദിച്ചത്. സെപ്പറേറ്റർ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അവർ പെട്ടെന്ന് ശരിയാക്കി തന്നതാണ്. ആദ്യം കിട്ടിയത് ഒരുമിച്ചുള്ള റൂമുകളായിരുന്നു. വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു റൂമിലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി റൂമിലുള്ളവർ ഇറങ്ങി വരണം. അത് ശരിയാവില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. ശരിക്കും മിഥുനമായിപ്പോയെന്ന് അവർക്ക് തന്നെ പിടികിട്ടി. അവർ തന്നെ റിസപ്ഷനിൽ പോയി പറഞ്ഞു. അങ്ങനെ സെപ്പറേറ്റ് റൂം ലഭിച്ചെന്ന് ദിയ പറഞ്ഞു. മനോഹരമായ റൂമാണ് ദിയയ്ക്കും അശ്വിനും ലഭിച്ചത്. മിഥുനം സ്റ്റൈൽ ഹണിമൂൺ യാത്രയെന്ന് നേരത്തെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വന്നപ്പോഴും സിന്ധു കൃഷ്ണ പ്രതികരിച്ചിരുന്നു. മിഥുനം സ്റ്റൈൽ ഹണിമൂൺ യാത്രയെന്ന് പലരും കമൻറ്റ് ചെയ്തു. അത് തമാശയായി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ ദിയയുടെ വിവാഹത്തിന് മുമ്പേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. പല കാരണങ്ങളാൽ നീണ്ടുപോയി. ദിയയുടെ വിവാഹം കഴിഞ്ഞിട്ട് പോകാമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ദിയയെ കൂടി ഉൾപ്പെടുത്തി നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണ്. അതിനാൽ ദിയയെയും അശ്വിനെയും വിളിക്കണമെന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിലെ മോശം കമൻറ്റുകളോട് പൊതുവെ താരകുടുംബം പ്രതികരിക്കാറില്ല. ദിയയുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായതാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം ഇരുവരും വിവാഹം ചെയ്തത്. സുഹൃത്തുക്കളായിരുന്നു ഇരുവരും. പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. അഹാനയുടെ വിവാഹമായിരിക്കാം ഒരുപക്ഷെ അടുത്തത് എന്ന് സിന്ധു കൃഷ്ണ അടുത്തിടെ പറഞ്ഞിരുന്നു.